രാജേഷിൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ആരോഗ്യവകുപ്പ് കാട്ടിയിരിക്കുന്നത്. ആ കുടുംബത്തോട് ഒട്ടും തന്നെ നീതി പുലർത്തിയിട്ടില്ല. അടിയന്തരമായി ചികിത്സ വേണ്ട രോഗവുമായി ചെന്നപ്പോൾ ആ ചികിത്സ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതിനുശേഷം ഇതുവരെ അന്വേഷണം ഏർപ്പെടുത്തിയതല്ലാതെ ഒരു ഉദ്യോഗസ്ഥന്മാരും വീട്ടിൽ വന്ന് രാജേഷിൻ്റെ മകനോടോ രാജേഷിൻ്റെ ഭാര്യയോടോ വിവരങ്ങൾ തിരക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. വളരെ സാമ്പത്തികപരമായും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അടിയന്തരമായി ഇത് ഒരു ഉന്നത അന്വേഷണം ആവശ്യമാണ്. ഏതാനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഇത് കെട്ടിവെച്ചിട്ട് ഒഴിഞ്ഞു പോകുന്നത് ശരിയല്ല. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. 10 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ഈ കുടുംബത്തിന് ധനസഹായമായി കൊടുക്കുകയും രാജേഷിൻ്റെ മകന് ഒരു ജോലി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്ര ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഗൗരവത്തിൽ ഗവൺമെൻറ് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ഈ കെടുകാര്യസ്ഥയാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വിദഗ്ധരുടെ സമിതിയെ നിയോഗിച്ചു. ആ സമിതി വന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ചു, പക്ഷേ വീട്ടുകാരുടെ മൊഴിയൊന്നും എടുത്തിട്ടില്ല. മാത്രമല്ല, വിദഗ്ധ സമിതിയുടെ പ്രശ്നം ഉണ്ടാകാനുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ്. ആ അനാഥത്വത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗ്ഗമാണ് അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അങ്ങനെ അവർക്ക് മറ്റു പല കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ വളരെ മോശപ്പെട്ട അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രഖ്യാപനം നടത്തേണ്ടതാണല്ലോ. അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള മരണത്തിന് പോകാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും ഇതൊരു പ്രത്യേക കേസായിട്ട് എടുത്തുകൊണ്ട് ഈ വീട് വന്ന് സന്ദർശിക്കുകയും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ള കാര്യമാണ് ആവശ്യപ്പെടാറുള്ളത്. ഒരാളുടെ മരണം സംഭവിച്ചു. ഇതിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ സാധാരണ ഇങ്ങനെ ചെസ്റ്റ് പെയിനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ രോഗിയെ ആദ്യം ഡോക്ടർ ചികിത്സിക്കാതെ അവിടെ നിന്ന് നേരെ ECG എടുക്കാൻ പറഞ്ഞേക്കായിരുന്നു. അവിടെ കറങ്ങി നടക്കുമ്പോഴാണ് അത്രയും ലാഗ് വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയല്ലേ ഇനി കൈക്കൊള്ളുന്നത്. അല്ല, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതൊക്കെ അന്വേഷിക്കട്ടെ. അതൊക്കെ ടെക്നിക്കൽ കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അടിയന്തരമായിട്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറ്റക്കാരാരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഏതെങ്കിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ മാത്രം വെച്ച് കെട്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതാണ് സൂചിപ്പിച്ചത്.